റെഡിയല്ലേ കുട്ടാ? യെസ് കുട്ടാ, വി ആർ കുട്ടൻസ് ഇൻ ഫ്രാൻസ്. അപ്പോൾ നമുക്കിപ്പോൾ പുറത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നല്ല കാറ്റുണ്ട്, ചിലപ്പോൾ ഓഡിയോയിൽ ചെറിയൊരു പ്രശ്നം വരും, ബട്ട് മാക്സിമം നമ്മൾ നല്ലോണം എടുക്കാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ട്യൂഷൻ ഫീസും നമ്മൾ തന്നെ എങ്ങനെയാണ് ഫണ്ട് ചെയ്യുന്ന, ലോണാണോ സ്പോൺസറാണോ, ലോൺ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, സ്പോൺസർ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അതിനൊക്കെ കുറിച്ചുള്ള വീഡിയോസാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ട്യൂഷൻ ഫീസിൻ്റെ കാര്യമാണ്. അപ്പം 2 ഇയറിലും കൂടെ ട്യൂഷൻ ഫീസ് 13,500 euros ആണ്. നാട്ടിലെ ഒരു 30 ലക്ഷം അറൗണ്ട് വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1,500 euro, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ഫീ അടച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ നിന്ന് ഡിഡക്റ്റ് ആവുന്നതാണ്. പിന്നെ നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീസ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വരാൻ പറ്റുള്ളൂ. അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,50,000 രൂപയായിരുന്നു പേയ്മെൻറ്റ് ഞങ്ങളുടെ കോഴ്സിൻ്റെ. ഓരോ കോഴ്സ് എടുക്കുന്നവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള പേയ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ 1 ഇയർ ആണ്, ചിലപ്പോൾ 1 ഇയർ 2 ഇയർ കോഴ്സ് 1 ഇയർ കോഴ്സ് എടുക്കുന്നവരുണ്ട്, 2 ഇയർ കോഴ്സ് എടുക്കുന്നവരുണ്ട്, ഡിപ്ലോമ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പേയ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ മാസ്റ്റർ ഇൻ മാനേജ്മെൻറ്റ് MIM നിയോമയിലെ പേയ്മെൻറ്റും ഞങ്ങളുടെ സ്ട്രക്ചറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ പേയ്മെൻറ്റ്. പിന്നെ ഞങ്ങൾ ജാനുവരി ഇൻടേക്ക് ആയിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജാനുവരി 2nd വീക്ക് വരെ ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള. സോ അത്രേ ഉള്ളൂ. പിന്നെ ഇനി സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്ത പിള്ളേരാണെങ്കിൽ, എക്സലൻസ് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടി. നമ്മൾ ആപ്ലിക്കേഷൻ എന്തായാലും കൊടുക്കുന്നുണ്ടല്ലോ, ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടിയാൽ ആ എമൗണ്ട് അവർ ഫൈനൽ ട്യൂഷൻ ഫീന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം ഒരു 2,000 euro സ്കോളർഷിപ്പായിട്ട് കിട്ടി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്യൂഷൻ ഫീ പേ ചെയ്തത് 12,500 euros ആണ്. അതായത് 14,500 2,000 euros അവർ ഡിഡക്റ്റ് ചെയ്തു, ബാക്കി മാത്രം പേ ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ ഇനി ഫണ്ടിങ്ങിൻ്റെ കാര്യം പറയാം. ഞാൻ എഡ്യൂക്കേഷൻ ലോൺ ആയിരുന്നു. അപ്പം ഞാൻ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഒരു ഓവർവ്യൂ എന്ന പോലെ പറയാം. പക്ഷേ ഈച്ച് ആൻഡ് ഇൻഡിവിജ്വൽ കാര്യങ്ങളും പറയാനായിട്ട് ഓരോ ബാങ്കിലും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഒരു ഓവർവ്യൂ എന്ന നിലയിൽ ഞാൻ പറയാം. ഞാൻ എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കാനറ ബാങ്കിലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബ്രാഞ്ചിൽ പോവാം. നമ്മൾ ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് മാനേജറിനെ കണ്ട് കാര്യം പറയണം. ഇങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ വേണം, ഇവിടത്തോട്ട് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അപ്പോൾ നമുക്ക് അവരൊരു പേഴ്സണൽ വക്കീലിനെ അറേഞ്ച് ചെയ്ത് തരും. അത് ബാങ്കിൻ്റെ വക്കീലായിരിക്കും, പുറത്തുനിന്നൊന്നും ആയിരുന്നില്ല, അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നമ്മുടെ ആധാരം അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് തന്നെ നമുക്കൊരു വക്കീലിനെ അവർ പ്രൊവൈഡ് ചെയ്യും. കാരണം നമ്മളുടെ ആധാരം ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ ഇൻഫോർമേഷൻസ് ഒക്കെ ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുമൊക്കെ. പിന്നെ നമ്മൾ പ്രോപ്പർട്ടി വെക്കുമ്പോൾ എൻ്റെ അച്ഛൻ പുറത്തായിരുന്നു. അപ്പം അച്ഛൻ്റെ അമ്മേൻ്റെയും പേരിലായിരുന്നു പ്രോപ്പർട്ടി. സോ പവർ ഓഫ് അറ്റോർണി എഴുതിയാലും അമ്മേൻ്റെ പേരുണ്ടായതുകൊണ്ട് കുറേ അധികം സൈൻ ഇടാനും പിന്നെ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായതുകൊണ്ട് അച്ഛൻ റീസെൻ്റ്ലി പോവായതുകൊണ്ട് അപ്പോൾ പവർ ഓഫ് അറ്റോർണിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. സോ ആ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയത് വക്കീലാണ്, അവരുടെ തന്നെ പേഴ്സണൽ വക്കീൽ. നമ്മൾ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യണം, അഡീഷണലി പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. നല്ല കാറ്റുണ്ട്, അപ്പം സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദ്യാലക്ഷ്മി പോർട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലുണ്ട്. എഡ്യൂക്കേഷൻ ലോണിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പോർട്ടലാണ്. ഇത് നമുക്ക് കഫേയിലോ അല്ലെന്നുണ്ടെങ്കിൽ അക്ഷയയിലോ പോയിട്ട് ചെയ്യാവുന്നതാണ്. ബേസിക്കലി ചിന്തിക്കണം, നമ്മൾ വിദ്യാലക്ഷ്മി പോർട്ടൽ എടുക്കുമ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, റീസെൻ്റ് ആയിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. സോ ഇൻകം സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വിദ്യാലക്ഷ്മി പോർട്ടൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വിത്തിൻ 1 വീക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് വരും. അതിന് ശേഷമാണ് നമ്മൾ ബാങ്കിൽ ചെന്നിട്ട് നമുക്ക് പേഴ്സണലായിട്ടുള്ള ഒരു മാഡം കാണും അവിടെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ. സോ അപ്പം എഡ്യൂക്കേഷൻ ലോണിൻ്റെ മാമിനെ കണ്ടിട്ട് പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അത് കളക്ട് ചെയ്യുക.
പിന്നെ അപ്പോൾ നമുക്ക് പേഴ്സണലായിട്ടുള്ള ആ മാമിനെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അതാണ് ബേസിക്കായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി വാല്യുവേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പ്രോപ്പർട്ടി ഇപ്പോൾ ഇത്ര ഏക്കറുണ്ട്, അപ്പോൾ ഇത്ര സെൻറ്റാണ്, അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പം നമ്മൾ എത്ര ഉണ്ടെങ്കിലും അതിൻ്റെ 80% ആയിരിക്കും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ട്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എഡ്യൂക്കേഷൻ ലോണിൽ 80% ആയിരിക്കും നമ്മുടെ പ്രോപ്പർട്ടി വാല്യുവേഷനിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം അത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് മറ്റേ സിവിൽ സ്കോർ എന്ന് പറഞ്ഞിട്ടൊരു സ്കോറുണ്ട്, അതെപ്പോഴും ഹൈ ആയിരിക്കണം. അല്ലാണ്ട് നമ്മൾ ഇപ്പം എന്തെങ്കിലും വേറെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ പ്രോപ്പർട്ടിയിലായിരിക്കരുത് ആ ലോണ്. പിന്നെ ഒരു ചെറിയ ഒരു ഇതുപോലും അവർ പ്രോബ്ലമായിട്ട് പറയാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഒരു EMI അടയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് അടയ്ക്കാതിട്ടേക്കാണെന്നല്ലോ, അതൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടാവും. സോ മാക്സിമം സിബിൽ സ്കോറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മെയിനായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇപ്പം നമ്മൾ ഇപ്പം ചിലവാക്കുന്ന എമൗണ്ട് നമുക്ക് കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം ഒരു 14 ലക്ഷം നമ്മൾ ട്യൂഷൻ ഫീസ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അതിൻ്റെ ഒരു 27% അറൗണ്ട് ഒരു 15% ഒക്കെ നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ കൊടുക്കണം. അങ്ങനെയുണ്ട്. ഇപ്പം ആദ്യം ഒരു 1500 യൂറോ ഞങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഫീസ് അടച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ അവർ നമുക്ക് 1500 യൂറോയും പ്രൊവൈഡ് ചെയ്യത്തില്ല. എനിക്ക് ഒരു എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 98,000 രൂപയായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം അത്ര % കുറച്ചിട്ടാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ വേണം ആദ്യം പേയ്മെൻറ്റ് ചെയ്യാൻ. അക്കോമഡേഷൻ്റെ അതൊക്കെ നമുക്ക് ബാങ്ക് തരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ബാങ്കിൽ കൊണ്ട് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ആ പേയ്മെൻറ്റിൻ്റെ അവർ % കുറച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ട്യൂഷൻ ഫീസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് ഓൾറെഡി നേരത്തെ പറയും, ഞങ്ങൾ ഇത്ര % ആണ് ഇടുന്നത്, ബാക്കി ഇത്ര എമൗണ്ട് നിങ്ങളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, നേരത്തെ അക്കൗണ്ടിൽ ഇട്ടേക്കണം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് സാങ്ഷൻ ആക്കിയിട്ട് അക്കൗണ്ടിലോട്ട് ഇട്ടേക്കും. എന്നിട്ട് അവിടുന്ന് നേരെ ഇവിടുത്തെ അക്കൗണ്ടിലോട്ട് അവർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയും. അങ്ങനെയായിരുന്നു എഡ്യൂക്കേഷൻ ലോണിൻ്റെ പ്രോസസ്സ്. അതൊരു ലെങ്തി പ്രോസസ്സാണ്. മാക്സിമം ആരും എഡ്യൂക്കേഷൻ ലോൺ എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് ഫണ്ടിൻ്റെ ഇഷ്യൂ ഒക്കെ വരുമ്പം നമുക്ക് എടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനും എടുത്തത്. പക്ഷെ ഇത്രയധികം പ്രോസസ്സും കാര്യങ്ങളും ഉണ്ടെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം നമ്മൾ ഈ ഫണ്ടൊക്കെ വളരെ കുറച്ചാണ് അവർ തരുന്നത്. സോ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നുണ്ടെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല. മാക്സിമം നമ്മൾ എല്ലാം അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ഇൻട്രസ്റ്റ് എത്രയാണ്, എപ്പോൾ തൊട്ടാണ് പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എത്രയാണ് നമ്മൾ അടയ്ക്കേണ്ടത്, അതെല്ലാം എത്ര വർഷം കൊണ്ടാണ് അടച്ച് തീർക്കേണ്ടത്, അതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ എഡ്യൂക്കേഷൻ ലോണിൽ അപ്ലൈ ചെയ്യാൻ. ആദ്യം തന്നെ കാര്യങ്ങളെല്ലാം തിരക്കുക. സോ ഇതാണ് ഒരു ഓവർവ്യൂ ഓഫ് എഡ്യൂക്കേഷൻ ലോൺ. ഇപ്പം നമ്മൾ എബ്രോഡ് വരുമ്പം ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന്. കാരണം കൂടുതൽ ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു വിദ്യാലക്ഷ്മി പോർട്ടലിനെ പറ്റിയിട്ടൊന്നും അറിയില്ലാന്ന് തോന്നുന്നു. എനിക്കറിയില്ലായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം ബാങ്ക് വിസിറ്റ് ചെയ്തപ്പം പക്ഷേ എനിക്ക് അപ്ഡേറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാനേജറിനെ അല്ല പിന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അവിടെ പേഴ്സണലായിട്ട് എഡ്യൂക്കേഷൻ ലോണിൻ്റെ മാം ഉണ്ടായിരിക്കും, അവരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞുതരും ആദ്യം ഇന്ന സ്റ്റെപ്പാണ്, ആദ്യം നമ്മൾ വിദ്യാലക്ഷ്മി പോർട്ടൽ അപ്ലൈ ചെയ്യണം, അതാണ് മെയിൻ തിങ്. പിന്നെ ബാക്കി പ്രോസസ്സ് എല്ലാം അവർ തന്നെ പറഞ്ഞു തരും. ഇന്ന ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിച്ചോളും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ലോണിൻ്റെ. സോ അടുത്തെന്ന് പറയുന്നത് സ്പോൺസർഷിപ്പ് ആണില്ലാണ്. ഞാൻ ലോൺ എടുത്തില്ല, എൻ്റെ പേരൻസ് തന്നെ എൻ്റെ എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്യായിരുന്നു. സോ സ്പോൺസർഷിപ്പിന് അത്ര വലിയ ഇതൊന്നുമില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് പറയുമ്പോൾ നമ്മൾ ആരാണോ നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് അവരുടെ 3 വർഷത്തിൻ്റെ ITR സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം. പിന്നെ അവരുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ അവരുടെ ID പ്രൂഫ്, അത് പാസ്പോർട്ട് ആവാം അല്ലെങ്കിൽ ആധാർ കാർഡ് ആവാം, ഏത് പ്രൂഫാണോ അവൈലബിൾ ആ പ്രൂഫ്. പിന്നെന്ന് പറയുന്നത് ഏത് വയാണ് അവർ സ്പോൺസർ ചെയ്യുന്നത്. ഇപ്പം
ക്യാഷ് ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അക്കൗണ്ടിലായിരിക്കും ഇട്ട് വെച്ചേക്കുന്നത്. അത് ഏത് ഫോർമാറ്റിലാണ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റീസ് ആണോ അല്ലെങ്കിൽ ബോണ്ടാണോ അങ്ങനെ രീതിയിലാണോ അതിൻ്റെ പ്രൂഫ് നമ്മൾ കാണിക്കണം. എൻ്റെത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലായിരുന്നു. സോ നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ നമ്മൾ ബാങ്കിൽ പോയി ചോദിക്കുമ്പോൾ അവരത് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ബാങ്ക്സിൻ്റെ ഓൺലൈൻ സൈറ്റ്സിൽ തന്നെ അത് അവൈലബിൾ ആയിരിക്കും നമ്മൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് തന്നെ എടുക്കണം. ഇപ്പോൾ സേവിങ്സ് ആയിട്ടാണ് ഇട്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് മതി. പക്ഷേ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് ആണെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ വേണം. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഏത് ബ്രാഞ്ചിലാണോ എടുത്ത് ആ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ട് മാനേജറിൻ്റെ സീലും അറ്റസ്റ്റേഷനും വേണം. എന്നിട്ട് നമ്മൾ സീലും അറ്റസ്റ്റേഷനും വെച്ചാൽ മാത്രമേ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒരിക്കലും അസറ്റ്സ് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അസറ്റ്സ് കാണിക്കാൻ പറ്റത്തില്ല. ലാൻഡോ വീടോ ഇതൊന്നും നമുക്ക് ഫ്രാൻസിൽ വരുമ്പോൾ നമുക്കത് കാണിക്കാൻ പറ്റത്തില്ല. ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് തന്നെ ഇരിക്കണം. അത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സോ സേവിങ്സോ ഏതെങ്കിലും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസോ അങ്ങനെ തന്നെ ഇരിക്കണം. എന്നിട്ട് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ VFSൽ പോയി ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ടൈം VFS മെയിൻ ഓഫീസിൽ നിന്ന് ഇന്ന ബാങ്ക്സിലേക്ക് ഒരു മെയിൽ പോകും. അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണോ, നിങ്ങൾ തന്നെ അറ്റസ്റ്റ് ചെയ്തതാണോ എന്നൊരു മെയിൽ VFS നിന്ന് അയക്കും. ആ മെയിലിലേക്ക് ആരാണോ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സൈൻ ചെയ്ത് സീൽ വെച്ചത് അവർ തന്നെ റിപ്ലൈ ചെയ്യണം. അതായത് അറ്റസ്റ്റഡ് ആണ്, കറക്റ്റാണ്. സോ അത് യൂഷ്വലി ബാങ്ക് മോസ്റ്റ്ലി ചിലപ്പം ബാങ്ക് അറിയിക്കത്തില്ല. പക്ഷെ നിങ്ങൾ ബാങ്കുമായിട്ട് കീപ്പ് ഇൻ ടച്ച് ചെയ്താൽ അവരുടെ മാനേജർക്ക് ചോദിച്ചാൽ മതി ഇങ്ങനെ എന്തെങ്കിലും മെയിൽ വന്നോ, ചെക്ക് ചെയ്യാവോ. സോ നമ്മളിപ്പം മോസ്റ്റ്ലി VFS ഓഫീസിൽ നിന്ന് മെയിൽ ആരാണോ അറ്റസ്റ്റ് ചെയ്തത് അവർ തന്നെയാണ് റിപ്ലൈ ചെയ്യേണ്ടത്. അവർ റിപ്ലൈ ചെയ്തതിന് ശേഷം സംടൈംസ് സ്പാം ഫോൾഡറിലൊക്കെ വരും. സോ നിങ്ങൾ ഒന്ന് മാനേജറിൻ്റെ കൂടെ കോൺടാക്റ്റിൽ വയ്ക്കുക, ലൈക്ക് വന്നോ ഇല്ല മെയിൽ ചെക്ക് ചെയ്യാവോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുക. അതിന് ശേഷമാണ് അത് അപ്രൂവ് ആവുന്നത്. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നവർക്കും നമ്മൾ ഒരു മെയിൽ വരുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ VFSന് പോകുമ്പോൾ എഡ്യൂക്കേഷൻ സാങ്ഷൻ ലെറ്ററും പിന്നെ ലോൺ അറേഞ്ച്മെൻറ്റ് ലെറ്റർ അവരുടെ അടുത്ത് ചോദിച്ച് മേടിക്കണം. അപ്പം അത് ചിലപ്പോൾ അവർക്ക് അവെയർ ഉണ്ടാവില്ല, അവർ ചിലപ്പോൾ തരില്ല. അപ്പം നമ്മൾ അത് കൊണ്ടുപോകാൻ മറക്കരുത്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് മെയിൽ വരും. അതിൽ എൻ്റെ കേസിൽ എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ബാങ്കിനും മെയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്ന് ബാങ്കിൽ പറഞ്ഞിട്ട് അവരുടെ സൈൻ സീൽ അതിൽ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയിട്ട് റിപ്ലൈ കൊടുത്തു. അതിനുശേഷമാണ് വിസേൻ്റെ ഒരു 1 വീക്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും, ഇല്ലെങ്കിൽ കുറേ നാൾ ഡിലേ ആയി ചിലർക്കൊക്കെ അങ്ങനെ വരും. സോ ഇതാണ് മെയിനായിട്ടുള്ള പ്രോസസ്സ്. ഇപ്പോൾ എൻ്റെ കേസിൽ എന്തായി പറ്റിയെന്ന് പറയുമ്പോൾ VFSൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ പോയി. പക്ഷേ സെർവർ എന്തോ ഡൗൺ ആയിരുന്നു. ആ സമയം അപ്ലൈ ചെയ്ത കുറേ പേർക്ക് യൂഷ്വലി എല്ലാവരും പറഞ്ഞാൽ ഫ്രാൻസിലേക്ക് വിസ അപ്ലൈ ചെയ്ത് വിത്തിൻ 1 വീക്ക് നമുക്ക് വിസ വീട്ടിൽ വരും. പക്ഷേ എനിക്കൊക്കെ ഓൾമോസ്റ്റ് മന്ത് എടുത്തു വിസ വീട്ടിൽ വരാൻ. ഇടയ്ക്ക് ഒരു ഡോക്യുമെൻറ്റ് മിസ്സിംഗ് ആണെന്ന് VFS ഓഫീസിൽ നിന്ന് മെയിൽ വന്നായിരുന്നു. അതിനനുസരിച്ച് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി, അതൊക്കെ ഒരു ഇഷ്യൂ അല്ല. പിന്നെ ഓൾമോസ്റ്റ് 1 മന്ത് കഴിഞ്ഞാണ് എനിക്ക് വിസ വന്നത്. പക്ഷേ വിസ വന്നപ്പോൾ കിട്ടി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.